ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ഫ്ലവർ ഹെയർ ബാൻഡാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. A4 സൈസിലുള്ളൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ ഇത്. ഞാൻ കട്ട് ചെയ്തിട്ട് അതിൽ ബാക്കി വന്നിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഒരു കട്ടിയുള്ള പേപ്പറിൽ ഇതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു മഷി കഴിഞ്ഞിട്ടുള്ള ഒരു പേന വെച്ചിട്ട് നമ്മൾ ഇതിൽ ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആകെ 9 ഫ്ലവർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കത്രിക വെച്ചിട്ട് ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫോം ഷീറ്റ് നമുക്ക് പല കളറിലും അവൈലബിൾ ആണ് കേട്ടോ. 12 രൂപ, 15 രൂപ ആ ഒരു റേറ്റിലൊക്കെയാണ് ഇത് കിട്ടുന്നത്. നമ്മൾ ഇത്രയെണ്ണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ ഫ്ലവറും ഇതുപോലെ ഓരോ ഇതളുകളാക്കി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഫുള്ളായിട്ടും ഓരോ ഇതളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇതളെടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ വളരെ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫ്ലവറിലൊക്കെ ഈ ഒരു ഗ്ലൂ ഒരു വൈറ്റ് കളറിലായിട്ട് ഇങ്ങനെ ബോറായിട്ട് നിൽക്കും. ഇനി നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ ഇതളുകളായിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ 12 ഇതളുകളാണ് ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവർ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഒരു നൈലോൺ ബാൻഡിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഈ ഒരു ഫ്ലവറിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ഇതളുകളായിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 12 ആവുന്നത് വരെ ഈ സെയിം മെത്തേഡിൽ ഒട്ടിച്ചാൽ മതി. നമ്മളോട് കുറേ പേര് ഇതുപോലെ ഹെയർ ബാൻഡ് ചെയ്യുന്നതിൻ്റെ മെറ്റീരിയൽ അയച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മിക്ക വീഡിയോകളിലും ഞാൻ വാങ്ങിക്കുന്നതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എങ്കിലും പലരും അവർക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽ സെയിൽ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ ഈ ഒരു മെറ്റൽ ഭാഗം വെച്ചിട്ട് ലാസ്റ്റിലുള്ള ആ ഒരു ഇതളിനെ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് പുറത്തേക്കൊന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനത്തെ ലെയറിലുള്ള 5 പെറ്റലാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചൂടാക്കി കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതുപോലെ പുറത്തേക്കൊന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലവർ ഒന്ന് വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ താഴെയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്ലാറ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്രിക വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ രീതിയിൽ നമ്മൾ 3 ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ഇതുപോലെ നമുക്ക് ഏത് കളർ വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മളിതാ 0.5 mm ഒരു മെറ്റൽ വയർ എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ. ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള കുറച്ച് ഈ ഒരു ഷേപ്പിലുള്ള ബീഡ്സും എടുത്തിട്ടുണ്ട്. ഈ ഒരു മെറ്റൽ വയർ ഏകദേശം 30 cm നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മളിതുപോലെ ഒരു ബീഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പിരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നീളത്തിൽ പിരിച്ചിട്ട് ഇതുപോലെ ഒരു വയറിൻ്റെ ഉള്ളിൽ കൂടി ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് ആ ഒരു ഭാഗത്തൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഇടത് സൈഡിലുള്ള വയറിലും ഇതുപോലെ തന്നെ ഒരു ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിനെയും നേരത്തെ ചെയ്ത ആ ഒരു മെത്തേഡിൽ തന്നെ പിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മടക്കിയിട്ട് പിരിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ സൈസിൽ ആവാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം. അത്രയും നോക്കാനുള്ളൂ. ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ
രണ്ട് ഭാഗത്തും ഇതുപോലെ മാറി മാറി ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ടിയാറാസൊക്കെ ചെയ്യുന്ന ആ ഒരു മോഡൽ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മൊത്തം 7 ബീഡ്സ് വെച്ചിട്ടാണ് ഒരെണ്ണം ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ ഏറ്റവും മുകളിലായിട്ടൊന്നും 2 സൈഡിലും 3 ബീഡ്സ് വീതവും ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരെണ്ണം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ 7 ബീഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സെയിം സൈസിൽ തന്നെ ഒരെണ്ണം കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ 2 എണ്ണം കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് അതുപോലെയുള്ളൊരു ഗോൾഡൻ മെറ്റൽ ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഹെയർ ബാൻഡ് വാങ്ങിയതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ വാങ്ങി ഓർഡർ ചെയ്യുക. ഇനിയിപ്പോൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് 1-2 എണ്ണം മാത്രമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ബീഡിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്ത ഫ്ലവറും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ 3ാമത്തെ ഫ്ലവർ ഒട്ടിക്കുന്നതിന് മുമ്പ് അതിലധികം വരുന്ന ആ ഒരു വയറ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമ്മൾ ഏകദേശം ഏത് ഭാഗത്താണ് ഇത് ഒട്ടിക്കുന്നത് എന്ന് ഒന്ന് വെച്ച് നോക്കിയിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അത് പറിച്ചെടുക്കുമ്പോൾ അത് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സൈസൊക്കെ ഒന്ന് നോക്കുക, അതിന് ശേഷം മാത്രം ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ടിയാറയുടെ ആ ഒരു ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമുക്ക് ഒന്നുകൂടി കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഓരോ ഫ്ലവറിന് താഴെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ പേപ്പർ ക്യാൻവാസിൽ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 3 ഫ്ലവറിന് താഴെ ഇതുപോലെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ ഇത് കൊടുക്കാൻ പറ്റും. ഈ ഒരു ഗോൾഡൻ കളർ ഹെയർ ബാൻഡിനോട് കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ള കളർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ പിങ്കാണ് എടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.